അങ്ങനെ നമ്മുടെ iOS 17.5.1 എന്ന് പറഞ്ഞാൽ വലിയൊരു ബഗ് ഫിക്സ് ആപ്പിൾ ഉടൻ തന്നെ നമുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ iOS 17 സപ്പോർട്ടിംഗ് ഡിവൈസിലും നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു iOS 17.5 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എത്രയും വേഗം ചെയ്യണം. ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലെജ് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയുടെ അവസാനം വരെയും പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും അവസാനം വരെ കണ്ടിരിക്കേണ്ടതാണ്. ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 17.5.1 21F90 എന്ന്. ഇതാണ് ഈ പറയുന്ന iOSൻ്റെ പുതിയ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആപ്പിൾ തന്നിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആപ്പിൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു മേജർ ബഗ് ഫിക്സ് ആണ് ഈ പറയുന്ന റീഅപ്പിയറൻസ് ഓഫ് ഫോട്ടോസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് iOS 17.5ൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ഒരു iOS 17.5.1 എന്ന അപ്ഡേഷൻ ഈ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ പറയുന്ന ഡാറ്റാ ബേസിൽ ഒരു കറപ്ഷൻ നടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് തിരിച്ച് അവരുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഫോൺ ഏതെങ്കിലും ഒരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് വരെയും റീഅപ്പിയറൻസ് ചെയ്യുന്ന ഒരു ബഗ്, ഒരു മേജർ ബഗ്, ഇന്നേ വരെയും കാണാത്ത ഒരു റെയർ ബഗ്ഗാണ് ഈ വന്നിരിക്കുന്ന ഫോട്ടോ റീഅപ്പിയറൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം ഏറ്റവും വേഗം റിസോൾവ് ചെയ്യാനായിട്ട് തന്നെയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയ ബഗ് ഫിക്സും ഉണ്ട് എന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന കുറച്ചധികം ബഗുകളുടെ ലിസ്റ്റ് ഞാനിപ്പോൾ പറയാം. രണ്ടാമത്തെ ഒരു മേജർ ബഗ്ഗാണ് നമ്മുടെ അലാറം ബഗ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ ഈ പറഞ്ഞ ഫോണിൽ അലാറം വെച്ചതിന് ശേഷം നമ്മുടെ ഡിവൈസ് ഇങ്ങനെയാണ് വെക്കാറ്. പക്ഷേ ഇങ്ങനെ വെക്കുന്ന ആ ഒരു ഫോണിൽ നമുക്ക് അലാറം അടിക്കുകയോ അല്ലെങ്കിൽ അലാറം കേൾക്കാതിരിക്കുന്ന ഒരു ബഗ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഡിവൈസിൽ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ബഗ് ഇതിൽ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആപ്പിൾ ഇപ്പോഴും മെൻഷൻ ചെയ്തിട്ടില്ല. അതേപോലെ ഒരു മൂന്നാമത്തെ ബഗ്ഗാണ് കണക്ടിവിറ്റി ബഗ് എന്ന് പറയുന്നത്. ഈ ഒരു ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ ഫുൾ റേഞ്ച് ഉണ്ടെങ്കിലും വൈഫൈ കോളിംഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഡിവൈസിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ കണക്റ്റീവ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ മാത്രമല്ല, പ്രത്യേകിച്ച് iPhone 15 സീരീസിലാണ് ഈ ഒരു കണക്റ്റീവ് ഇഷ്യൂ നമുക്ക് കണ്ടുവരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും കോൾ ചെയ്യാൻ നേരമായിരിക്കും നമ്മുടെ ഈ ഒരു കോള് കണക്റ്റ് ആവാതിരിക്കുന്ന ആ ഒരു ഇഷ്യൂ വരുന്നത്. ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും ഈ ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടില്ല. അടുത്തൊരു മേജർ ബഗ് ഫിക്സ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈ പറഞ്ഞ എയർപോർട്സ് സിങ്കിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാവുന്ന പോലെ എയർപോർട്സ് സിങ്ക് ആവാതെ നമ്മുടെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആപ്പിൾ വാച്ചിലും അതേപോലെ നമ്മുടെ എയർപോർട്സിലും കൺട്രോൾ വരാതിരിക്കുകയും ആ ഒരു പാട്ട് മിസ്അലൈൻഡ് ആയി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ iOS 17.5ൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ട് ചില സമയത്ത് വെറുതെ ഒന്ന് റാൻഡമായിട്ട് സ്കിപ്പ് ആവുക, കുറച്ചധികം പാട്ടുകൾ വെറുതെ ഓടിപ്പോവുക, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നമ്മുടെ എയർപോർട്സ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കണക്റ്റീവ് ഇഷ്യൂ, കോൾ ചെയ്യുമ്പോൾ ആ ഒരു കണക്റ്റീവ് ഇഷ്യൂവും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കോൾ ഡ്രോപ്പ് ആവുന്ന ആ ഒരു ഇഷ്യൂവും നമ്മുടെ എയർപോർട്സിലും നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ അൺനോൺ ട്രാക്കേഴ്സിൻ്റെ ആ ഒരു അപ്ഡേഷൻ ആപ്പിൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഒരു അൺനോൺ ആയിട്ടുള്ള എയർ ടാഗോ വേറെ ഏതെങ്കിലും ഒരു ട്രാക്കിംഗ് ഡിവൈസോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും. റിക്കഗ്നൈസ് ദിസ് എയർ ടാഗ് എന്നോ അല്ലെങ്കിൽ ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് എയർ ടാഗ് എന്ന് വെച്ചാൽ നമുക്കൊരു പോപ്പപ്പ് വരികയും നമുക്കത് കൺഫേം ചെയ്തുകൊണ്ട് ആ ഒരു ഡിവൈസ് നമ്മുടെ ആണ് അല്ലെങ്കിൽ നമ്മുടെ അല്ല എന്ന് ഉറപ്പാക്കി നമുക്ക് ഈ പറയുന്ന ഡിവൈസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അൺനോൺ ട്രാക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ഇനി iOS 17.5.1ൽ നമുക്ക് വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ഏതൊക്കെയാണ് ഇനി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യൂഷ്വലി ആപ്പിൾ iOS 17.5 അല്ലെങ്കിൽ 17.6 എന്നിങ്ങനെ പറയുന്ന അപ്ഡേഷനിലാണ് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാറ്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ iOS 17.5.1 അല്ലെങ്കിൽ 17.6.1 എന്നിങ്ങനെ പറയുന്ന അപ്ഡേഷനിൽ ആപ്പിൾ
ഫീച്ചേഴ്സ് കൊണ്ടുവരാറില്ല. മെയിൻലി ഇതേപോലെ എന്തെങ്കിലും വരുന്ന ബഗ് ഫിക്സസ്, നേരത്തെ ഇറങ്ങിയ റിലീസിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ബഗ് ഫിക്സസ് ആണ് ഈ പറഞ്ഞ 17.5.1 അല്ലെങ്കിൽ 6.1 എന്നിങ്ങനെ പറഞ്ഞ പേരിൽ നമുക്ക് വരാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആപ്പിൾ കൊടുത്തിരിക്കുന്നത് iOS 17.5.1ൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവൈലബിൾ ആയിട്ടിരിക്കുന്നത് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ നെയിമും ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ CVE എൻട്രീസ് എന്നാണ് ഇവിടെ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അപ്ഡേറ്റ് ആണ്, എന്തൊക്കെ സെക്യൂരിറ്റി പാച്ചസ് ആണ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.5.1ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ അപ്ഡേറ്റ്സ് റിലീസ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഇതേപോലെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ടെലിഗ്രാമിലും നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ ഈ പറഞ്ഞ ന്യൂസുകൾ വായിക്കണം എന്നാണെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. www.evica.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yevin Xavier signing from Evica.